നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. മെട്രോ വേദിയിൽ ശ്രീധരനും. മെട്രോ ഉദ്ഘാടനം സംബന്ധിച്ച വിവാദം കെട്ടടങ്ങുന്നു. ഉദ്ഘാടന വേദിയിൽ ശ്രീധരനെ ഉൾപ്പെടുത്തിയെന്ന് കുമ്മനം രാജശേഖരൻ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പട്ടികയിൽ ഇടം പിടിച്ച രമേശ് ചെന്നിത്തലയും. കേന്ദ്ര സർക്കാർ അന്തിമ പട്ടിക തയ്യാറാക്കിയത് ഇന്നെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അതേസമയം ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിക്കാത്തത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് ശ്രീധരൻ. പ്രധാനമന്ത്രിയുടെ സുരക്ഷയാണ് പ്രധാനം. മെട്രോയുടെ രണ്ടാം ഘട്ടത്തിൽ DMRCയോ താനോ ഉണ്ടാകില്ല. തുടർ പദ്ധതി നടപ്പാക്കാൻ KMRL പ്രാപ്തമെന്നും മുഖ്യ ഉപദേഷ്ടാവ്. മെട്രോ വിവാദങ്ങൾക്ക് തുടക്കം ഉദ്ഘാടന വേദിയിൽ ശ്രീധരനെയും പ്രതിപക്ഷ നേതാവിനെയും MLAയെയും ഒഴിവാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചടങ്ങ് നിശ്ചയിച്ചതോടെ വേദിയിൽ ഇവർക്കുകൂടി ഇരിപ്പിടം നൽകണമെന്ന ആവശ്യവുമായി കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയക്കുകയായിരുന്നു. ശനിയാഴ്ചയാണ് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം. കശാപ്പിൽ സ്റ്റേ ഇല്ല. കശാപ്പ് നിയന്ത്രണം സംബന്ധിച്ച കേന്ദ്ര വിജ്ഞാപനത്തിന് സ്റ്റേ ഇല്ല. വിശദീകരണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീം കോടതി. വിഷയത്തിൽ 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശം. ഉത്തരവ് കശാപ്പ് നിരോധനത്തിനെതിരെ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ. കേസ് അടുത്ത മാസം 11-ന് വീണ്ടും പരിഗണിക്കും. വിഷയത്തിൽ കേന്ദ്രത്തിന്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത ശേഷം നടപടിയെടുക്കാമെന്ന് കോടതി. കശാപ്പ് വിഷയത്തിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന ഹർജിക്കാരന്റെ ആവശ്യത്തിനും അംഗീകാരമില്ല. കശാപ്പിനായി കന്നുകാലികളെ വിൽക്കുന്നത് തടയുന്ന പുതിയ ചട്ടം റദ്ദാക്കണം. സംസ്ഥാന മൃഗക്ഷേമ ബോർഡുകൾ പിരിച്ചുവിടണമെന്നും ഹർജിയിൽ ആവശ്യം. കോടതിയുടെ നിർണായക ഇടപെടൽ കശാപ്പ് നിയന്ത്രണത്തിനെതിരെ രാജ്യമൊട്ടാകെ വൻ പ്രതിഷേധം തുടരുന്നതിനിടെ വിജ്ഞാപനത്തിനെതിരെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പ്രമേയവും പാസാക്കിയിരുന്നു. അതിനിടെ കശാപ്പിന് കന്നുകാലികളെ വിൽക്കുന്നത് തടഞ്ഞ വിജ്ഞാപനത്തിൽ വ്യക്തത വരുത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഫസലിൽ തുടരന്വേഷണമില്ല. തലശ്ശേരി ഫസൽ വധക്കേസിൽ തുടരന്വേഷണമില്ല. തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഫസലിന്റെ സഹോദരൻ സമർപ്പിച്ച ഹർജി തള്ളി CBI പ്രത്യേക കോടതി. കുറ്റസമ്മതമൊഴിയും CBI കണ്ടെത്തലുകളും തമ്മിൽ വൈരുദ്ധ്യമെന്ന് നിരീക്ഷണം. RSS പ്രവർത്തകൻ സുബീഷിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാനാകില്ലെന്നും കോടതി. കേസിൽ സുബീഷ് പോലീസിന് നൽകിയ മൊഴി NDF പ്രവർത്തകൻ ഫസലിനെ കൊലപ്പെടുത്തിയത് താനും 4 പേരും ചേർന്നെന്ന്. സംഭവത്തിൽ CPM-ന് പങ്കില്ലെന്നും സുബീഷ്. അതേസമയം ആദ്യ മൊഴി പോലീസ് മർദ്ദിച്ച് പറയിപ്പിച്ചതെന്നും കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്നും സുബീഷ് പിന്നീട് മൊഴി മാറ്റിയിരുന്നു. കേസിൽ CBI അറസ്റ്റ് ചെയ്തത് കാരായി രാജനും ചന്ദ്രശേഖരനും ഉൾപ്പെടെ 8 CPM പ്രവർത്തകരെ. സംഭവത്തിൽ നീതി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് കാരായി ചന്ദ്രശേഖരൻ. ഇപ്പോഴത്തെ അഭിപ്രായം CBI കോടതിയുടേത് മാത്രം. ഫസൽ കേസിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്നും നീതിന്യായത്തിൽ വിശ്വാസമുണ്ടെന്നും പ്രതികരണം. വലിയ മത്സരത്തിന് കളമൊരുക്കം. രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്കായുള്ള ചർച്ചകൾക്ക് മുറുക്കം കൂട്ടി BJPയും പ്രതിപക്ഷ കൂട്ടായ്മയും. പ്രതിപക്ഷ കക്ഷികളുടെ 10-അംഗ ഉപസമിതി ഇന്നലെ യോഗം ചേർന്നെങ്കിലും തീരുമാനമായില്ല. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായും സീതാറാം യെച്ചൂരിയുമായും കൂടിക്കാഴ്ചയ്ക്ക് BJP താൽപര്യം അറിയിച്ചതോടെ തീരുമാനം വൈകിക്കാൻ ഉറച്ച് പ്രതിപക്ഷം. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് NDA സ്ഥാനാർത്ഥി ആരു തന്നെ ആയാലും പ്രതിപക്ഷത്തിന് സ്വന്തം സ്ഥാനാർത്ഥി വേണമെന്ന നിലപാടുമായി CPM ജനറൽ സെക്രട്ടറി. അതേസമയം NDA സ്ഥാനാർത്ഥി ആരെന്ന് അറിഞ്ഞിട്ട് മാത്രം നിലപാട് വ്യക്തമാക്കാമെന്ന തീരുമാനത്തിൽ കോൺഗ്രസ്. തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം സമർപ്പിക്കേണ്ടത് 28 മുതൽ. വോട്ടെടുപ്പ് ജൂലൈ 17-ന്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30-ന്. നമസ്കാരം.